ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ഞങ്ങൾ നടക്കുവാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി, ഞങ്ങൾ പെരുമ്പളൂന്ന് ബസ്സിൽ കയറി നമ്മൾ കൊല്ലത്തോട്ട് പോവാണ്. ചേച്ചിമാരോടെ ഞങ്ങൾ പ്രിൻ്റ് അടിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ അഞ്ചാലുംകുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. അവിടുന്ന് നമ്മൾ നേരെ അങ്ങ് പോയി. നമ്മൾ കുറേ അടുത്ത് പോകണമെന്നൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, വി പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മുടെ കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ള ബേക്കറി ലക്ഷ്മി ബേക്കറിയാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ആദ്യമായിട്ട് കണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ അങ്ങോട്ട് നടന്നു. പിന്നെ നമ്മൾ കോപ്പി എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി, പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെയും ചെന്ന് നിന്ന് ഞാനിവിടെ അവിടുത്തെ മെഷീൻസൊക്കെ നോക്കിയൊക്കെ നിന്ന് അവിടെ ഇവിടെ എല്ലാവരും അടിക്കുന്ന കണ്ട് ഇങ്ങനെ എന്തൊരു മനോഹരം, എനിക്ക് ഇഷ്ടപ്പെട്ട ആ മെഷീൻസൊക്കെ കണ്ട്. അങ്ങനെ നമ്മളും അതൊക്കെ കണ്ട് ലാസ്റ്റ് നമ്മൾ അവിടുന്ന് 4 പേരുണ്ടല്ലോ അതിന്. അപ്പം അവിടുന്ന് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് അത് നമ്മൾ എല്ലാം അടുക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി സ്റ്റാപ്ലറൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ ചേച്ചിമാർ പഠിച്ച കോളേജ്, ഡിഗ്രി പഠിച്ച കോളേജ് കാണാൻ വേണ്ടി, എന്നെ കാണിക്കാൻ വേണ്ടി, എന്നെ കുഞ്ഞമ്മയെ കാണിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം നമ്മുടെ ശ്രീനാരായണ കോളേജായിരുന്നു നമ്മുടെ മറ്റേ വുമൺ കോളേജ്. അവിടെ ഒക്കെ പോയി കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് അതേ ഞങ്ങൾ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഈ സൂര്യൻ്റെ ഇതുകൊണ്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരതൊക്കെ ഇടുന്നുണ്ട്, ഞാനൊക്കെ ഇടും. അവർ ഈ എല്ലാ സാധനങ്ങളൊക്കെ വാരി പൂശി. പിന്നെ അതെ ചേച്ചിയുടെ ബാഗിൽ എന്തൊക്കെയുണ്ട്? ബാഗിൽ ഒരു ചീപ്പാണ്, പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഇൻഹേലർ, പിന്നെ ഒരു ബണ്ണും ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ് ബാമും. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ട് നടക്കാറില്ല. അവിടെ നിന്ന് പിന്നെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു. അവനൊക്കെ ആയിട്ട് ഞാൻ കുറച്ചു നേരം കളിച്ച് ചിരിച്ചൊക്കെ നിന്ന്. ഞാൻ എൻ്റെ പേര് അവിടെ നിന്ന് തിരിച്ചടന്ന് ഞങ്ങളിപ്പം ഒരു എവിടെയോ കയറി കഴിക്കാൻ പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ ചേച്ചിമാരൊക്കെ ആയിട്ട് ചിരിച്ചും സംസാരിച്ചൊക്കെ വായി പഠിച്ചൊക്കെ പോരും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നമ്മളപ്പം അവിടുന്ന് പ്രിൻ്റ് എടുത്ത ആ കടയാണ്. പിന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു ആ ചേച്ചിയോട് സംസാരിച്ച് ചെയ്ത് ആ ചേട്ടാ അപ്പോൾ എവിടെയോ അവരെന്തോ പാർട്ടിയുടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനല്ല അവിടെ പാർട്ടി പങ്കെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പോവുമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ശ്രീനാരായണ ആ കോളേജിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്തെത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ പ്രതിമയും കുറേ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ വട്ടം ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ നടന്ന് നമ്മൾ ആ പാർട്ടിയുടെ പറഞ്ഞ അങ്ങോട്ട് കയറാൻ വേണ്ടി പോകുമായിരുന്നു. നമ്മളങ്ങനെ കയറി ചെന്ന് നമ്മൾ അവിടെ കുറേ നേരം നിന്നെയൊക്കെ ചെയ്ത് അവിടെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് പോയി. താഴെ മൊത്തം തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അങ്ങ് മണ്ടയ്ക്കോട്ട് പോയി, 2ാമത്തെ നിലയിലോട്ട് പോയി. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അത് അത്യാവശ്യത്തിനൊരിതുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ കഴിച്ച് ലാസ്റ്റ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് നടന്ന് നേരെ വി പാർക്കിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വി പാർക്കിലോട്ട് പോയി. അവിടെ ചെന്ന് കുറേ നേരം ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ആ 2 ഇത്താമാരുടെ പേര് ഫൗസിയ നൗഫിയ എന്നാണ്, ചേച്ചിമാരുടെ കൂട്ടുകാരിയാണ്. അപ്പം ഞാൻ ഇന്നാണ് പരിചയപ്പെട്ടത് തന്നെ. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ട് വി പാർക്കിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ നേരം എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ച് കളിച്ചൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ കറങ്ങി എൻ്റെ തല മൊത്തത്തിൽ കറങ്ങി. അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്തോ ജിമ്മിൻ്റെ ഒരു മോഡലായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഊഞ്ഞാൽ പോലത്തുള്ള. അതുകൂട്ട് എനിക്ക് പേടിയായിരുന്നു, ഞാൻ ബാക്കിലോട്ടെങ്ങാനും വീഴുമോ എന്നൊക്കെ. അത് പിന്നെ ലാസ്റ്റ് ഞാൻ അങ്ങ് ആടി കളിച്ച്. അത് കഴിഞ്ഞ് ആ കുഞ്ഞാവ എവിടേക്കോ ചെന്ന് ഇരുന്നൊക്കെ ചെയ്തു. അതേ ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടു. അപ്പം അതൊക്കെ ഒരുമാതിരി അത്ഭുതപ്പെട്ടൊക്കെ നിന്ന് അവിടെ നിന്ന് ട്രെയിനൊക്കെ കണ്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയതാണ്. അങ്ങനെ ചേച്ചിമാരൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരുക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളപ്പോൾ ഇവിടുന്ന് വി പാർക്കിൽ നിന്ന് പോകാൻ പോവാണ്. അടുത്ത അഡ്വഞ്ചർ ഇറങ്ങി അവിടുന്ന് അങ്ങനെ നേരെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാൻ വേണ്ടി നടന്നു. അതായത് നമ്മളൊരു ഓട്ടോ തപ്പി നടന്നപ്പോൾ നമ്മുടെ ആ വി പാർക്ക് എഴുതിയെടുത്ത് നമ്മളവിടെ കുറേ നേരം ചെയ്ത് അതേ നമ്മൾ നേരെ
ഓട്ടോ കയറി നമ്മൾ പോവുകയാണ് അഡ്വഞ്ചർ പാർക്കിലോട്ട്. നമ്മുടെ കൊല്ലത്തെ ക്ലോക്ക് ടവറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കണം, അതൊക്കെ നമ്മുടെ സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയി. ദോഷമൊക്കെ ഉണ്ടായിരുന്നു. അഡ്വഞ്ചർ പാർക്ക് എത്തിയതുകൊണ്ട് അഡ്വഞ്ചർ പാർക്ക് എത്തി. വള്ളംകളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. മത്സരമായിരുന്നു എന്തിൻ്റെയും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് അവിടെ അടുത്ത വെള്ളത്തിനകത്ത് കയറാനുള്ള ടീമാണിത്. അവരും കയറാൻ നിൽക്കുവാണ് അടുത്ത മത്സരത്തിന് വേണ്ടി. അപ്പോൾ അതിന് അവരിപ്പം ഇനി കുറേ മത്സരമുണ്ട്, ഫൈനലൊക്കെ നിന്ന്. അതെ, അത്രയും നേരം ഞങ്ങൾ പിന്നെ ചുമ്മാ നിൽക്കണ്ടല്ലോ എന്ന് വെച്ച് അവിടെ ഉള്ള ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഈ കൊച്ചു ബോട്ടൊക്കെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വലിയ മാങ്ങയായിരുന്നു, നല്ല ലാഭം ഉണ്ടായിരുന്നു. അതുമൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ കണ്ട ടീമിൻ്റെയാണ് ആ വെള്ളം ഓട്ടിക്കുന്നത്. അങ്ങനെ അതുമൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ചേച്ചിമാർ, കുറേ ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു കൈയിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ. അവരെയൊക്കെ നോക്കി നമ്മൾ പിന്നെ ലാസ്റ്റ് ആ കുഞ്ഞാവയ്ക്കും ഒരു കുമ്മള വരത്തുന്ന സാധനം വേണമെന്ന് പറഞ്ഞ് അത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത്, ചേച്ചിമാരെല്ലാം വാങ്ങിച്ചു കൊടുത്ത്. അത് ഞങ്ങൾ അവിടെ വള്ളംകളി ഇവിടെ കിഡിലായിട്ട് നടക്കുകയാണ്. ഇവിടെ 3 ടീം വെച്ചിട്ടാണ് ഇവിടെ മത്സരം. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ടീമുകാർ കയറിയിട്ടുണ്ട്. അവിടെ കാണുന്ന അടുത്ത ടീമുകാരാണ്. ഇനി അവരെ അപ്പോൾ ആ കണ്ട ടീമുകാരൊക്കെ വരുവാണ്. ചില ടീമൊക്കെ തിരിച്ച് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ആ ദീ പാർക്കിലുള്ള സംബന്ധം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ നല്ല സ്പീഡിൽ ചെയ്ത് അവിടെ ഞാൻ ചെയ്ത് ലാസ്റ്റും ഇതിങ്ങനെ പൊക്കുന്നതായിരുന്നു. ഞാൻ ആവശ്യത്തിന് കുറച്ചേ പൊക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഈ വയറിൻ്റെ ഇത് കുറയാൻ വേണ്ടിയുള്ള എക്സസൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓടുന്നത് വർക്കുന്നില്ല, ഇതിലെ ജിമ്മാണെന്ന് ഓടി. പിന്നെ ഇതും അതിൻ്റെ എന്തോ ഒരു സംഭവം. പിന്നെ നമ്മൾ ഊഞ്ഞാലാടി, ഏത് പാർക്കിൽ ചെന്നാലും നമ്മൾ ഊഞ്ഞാലാടാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നിരങ്ങുന്ന സ്ഥലത്തിനകത്ത് നിരങ്ങിയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തുള്ള വെള്ളവും എല്ലാം കണ്ട്. അതിപ്പം ആ മത്സരം നടത്തിയതിൻ്റെ ഒരിതാണ്. അവിടെ ഞങ്ങൾ പിന്നെ കുറേ നേരം നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നടന്ന് പോയിക്കൊണ്ടിരുന്നു. ലാസ്റ്റും അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫൈനൽ അങ്ങാണ്ട് തുടങ്ങാൻ പോകുമായിരുന്നു. അത് ജയിച്ചതെന്ന് വെച്ചാൽ നിരണമെന്ന് പറയുന്നൊരു ടീമാണ്, അവരായിരുന്നു ജയിച്ചത്. അതുമൊക്കെ ഞങ്ങൾ കണ്ട് ഇത്രയും ഇവരാണ് ജയിച്ചത്. നമ്മളെല്ലാം കണ്ട് നമുക്ക് അവരെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മൾ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് തോന്നുന്നു. അതിന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.